കൊട്ടാരക്കരയിലെ തെരഞ്ഞെടുപ്പ് വിശേഷങ്ങൾ എന്തൊക്കെയാണ്? കാരണം നമുക്ക് സ്ഥാനാർത്ഥികളെ അറിയാം. ഐഷ പോറ്റിയാണ് UDF പ്രതിനിധിയായി വരുന്നത്. KN ബാലഗോപാൽ LDF പ്രതിനിധി ആവുന്ന സമയത്ത് NDA സ്ഥാനാർത്ഥി രശ്മിയാണ് അവിടെ മത്സരിക്കുന്നത്. അപ്പോൾ 3 സ്ഥാനാർത്ഥികളും അങ്ങനെ ചെറുതായി നമുക്ക് കാണാൻ പറ്റില്ല. ഒരാൾ ധനകാര്യ വകുപ്പ് മന്ത്രിയാണ് നിലവിലെ. അതേപോലെ ഐഷ പോറ്റി LDF-ൽ നിന്നും UDF-ലേക്ക് വന്ന ഒരാളാണ്. വിമിത നീക്കം എന്ന് തന്നെ നമുക്ക് പറയേണ്ടി വരും. ഐഷ പോറ്റിയുടെ ചൂടുമാറ്റം ഒരു 50-50%, ഒരു 50-50 ചാൻസസ് ആണ് നമുക്ക് കൊട്ടാരക്കരയിൽ കാണാൻ സാധിക്കുന്നത്. കാരണം വോട്ട് സ്പ്ലിറ്റ് ചെയ്ത് പോകും. ഐഷ പോറ്റിക്കാണ് ഭൂരിപക്ഷം കൂടുതലെങ്കിൽ പോലും KN ബാലഗോപാൽ ജയിക്കാനുള്ള സാധ്യതയും അവിടെ വരുന്നുണ്ട്. കാരണം രശ്മിക്ക് വോട്ട് ഷെയർ ഉള്ള മണ്ഡലമാണത്. അപ്പൊ അത്തരത്തിൽ വോട്ട് വിഭാഗീയത നടക്കുമ്പോൾ ആർക്കാണ് മേന്മ? മണ്ഡലം ആരോടൊപ്പമാണ്? അല്ല, ഇപ്പോ പൊതുവിൽ ഇടതുമുന്നണി ആയാലും വലതുമുന്നണി ആയാലും ഒരു MLA ഒരു പ്രാവശ്യം തിരഞ്ഞെടുക്കപ്പെട്ട് കഴിഞ്ഞാൽ MLA ആ മണ്ഡലം നിലനിർത്താനായി കാര്യങ്ങളൊക്കെ ചെയ്യും. ഒരു തവണയല്ല, ഇനി ഒരിക്കൽ കൂടെ മത്സരിക്കേണ്ടി വന്നാൽ തനിക്കോ അല്ലെങ്കിൽ അദ്ദേഹം പ്രതിദാനം ചെയ്ത പാർട്ടിക്കോ മത്സരിക്കേണ്ടി വന്നാൽ മുൻപിരുന്ന ആളൊന്നും ചെയ്തില്ല എന്നൊരു പേര് ദോഷം ഉണ്ടാവണ്ടല്ലോ. അപ്പോൾ അതുകൊണ്ട് ഇന്നലെ വരെ കണ്ട ഒരു ബാലഗോപാലിൻ്റെ ഒരു രീതിയല്ല ഇവിടെ കണ്ടിരിക്കുന്നത്. ബാലഗോപാൽ കുറേ വികസന പ്രവർത്തനങ്ങളൊക്കെ അവിടെ ചെയ്യാനുള്ള ശ്രമം, കല്ലിടൽ ഒക്കെ നടത്തി എന്ന് മറുപക്ഷത്തുള്ളവർ പറയുന്നുണ്ട്. എന്നാൽ അദ്ദേഹത്തെ അനുകൂലിക്കുന്നവർ പറയുന്നുണ്ട് ധനകാര്യമന്ത്രി ആയതുകൊണ്ട് എന്തൊക്കെയോ ചെയ്തിട്ടുണ്ടെന്ന്. എന്നാൽ ഐഷ പോറ്റിയെ കുറിച്ച് നമ്മളിവിടെ പറയുമ്പോൾ ഇപ്പോൾ UDF-ന്റെ സ്ഥാനാർത്ഥിയായി വരുന്നത് ഐഷ പോറ്റിയാണ്. ഐഷ പോറ്റി എന്ന് പറഞ്ഞാൽ 2006 മുതൽ ഇപ്പൊ ഈ കഴിഞ്ഞ 2021 വരെ, അതായത് ഈ പറയുന്ന രീതിയിൽ ബാലഗോപാലിനെ സ്ഥാനാർത്ഥി ആക്കുന്നത് വരെ കൊട്ടാരക്കര എന്ന് പറഞ്ഞാൽ ബാലകൃഷ്ണപിള്ള എന്ന് പറഞ്ഞാൽ കൊട്ടാരക്കര. അപ്പോൾ കൊട്ടാരക്കര ബാലകൃഷ്ണപിള്ളയുടെ കയ്യിൽ നിന്ന് തിരിച്ചു പിടിക്കുന്നതിന് CPM അവരുപയോഗിച്ച അവരുടെ വജ്രായുധമായിരുന്നു ഈ ഐഷ പോറ്റി. അവിടെ ഓരോ തവണ മത്സരിക്കുമ്പോൾ ബാലകൃഷ്ണപിള്ളയെ 2006-ൽ തോൽപ്പിക്കുന്നു, പിന്നീട് അങ്ങോട്ട് 2011-ൽ പിന്നെയും തോൽപ്പിക്കുന്നു, 2016 തോൽപ്പിക്കുന്നു. ഓരോ തവണയും ലീഡ് വർദ്ധിപ്പിച്ചാണ് തോൽപ്പിക്കുന്നത്. അപ്പോൾ അങ്ങനെ ബാലകൃഷ്ണപിള്ളയെ തോൽപ്പിച്ച് മണ്ഡലത്തിൽ നിറഞ്ഞു നിൽക്കുന്ന ഐഷ പോറ്റി പിന്നീട് അങ്ങോട്ട് CPM എന്ന് പറയുന്ന പാർട്ടി അവരെ വല്ലാതെ കണ്ടങ്ങ് തഴയുന്നതായിട്ട് ആണ് പിന്നീട് നമുക്ക് അറിയാൻ കഴിയും. ഈ തഴഞ്ഞതിൽ പ്രധാന പേരുകൾ ഒന്ന് GS-ന്റെ പേരുണ്ട്, TK ഗോവിന്ദന്റെ ഉണ്ട്, അതേപോലെ ഐഷ പോറ്റി, PV അൻവർ, ഇങ്ങനെ ഒരു വിമിത അല്ലെങ്കിൽ വിമത സംഘങ്ങള്, ശക്തരായിട്ടുള്ള വിമതർ. അതാണ് ബാക്കിയുള്ള പാർട്ടി വിട്ടു പോകുന്ന ഒരുപാട് ആൾക്കാർ നമുക്ക് പാർട്ടിയുമായി പ്രശ്നം ഉണ്ടാകുമ്പോൾ വിട്ടുപോകും. പക്ഷെ ഈ ഒരു കേരള നിയമസഭാ തെരഞ്ഞെടുപ്പിൽ എടുത്തു പറയേണ്ട 5 പേരുകളിൽ 4 പേരാണ് ഇവര്. പിന്നെ കുഞ്ഞികൃഷ്ണന്റെ പേരും വരുന്നുണ്ട്. അപ്പൊ ഈ 5 വിമതരിൽ ശക്തയായ ഒരു വനിതയാണ് ഐഷ പോറ്റി എന്ന് പറയുന്നത്. കൊട്ടാരക്കരയുടെ ചരിത്രം എടുക്കുകയാണെങ്കിൽ തന്നെ ഈ ഹൈന്ദവ വോട്ടുകൾക്ക് വളരെയധികം പങ്കുള്ള ഒരു സ്ഥലമാണ് കൊട്ടാരക്കര. അതേപോലെ പൈതൃകമാണെങ്കിലും അവിടുത്തെ ജിയോഗ്രഫി എടുത്ത് നോക്കുകയാണെങ്കിലും ഐഷ പോറ്റിയുടെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ കേരളത്തിലെ ബ്രാഹ്മണ സമൂഹത്തിൽ നിന്നുള്ള ആദ്യ വനിതയാണ്. ഒരു MLA ആകുന്ന ആളാണ് ഐഷ പോറ്റി. അപ്പോ അത്തരത്തിലൊരു ചരിത്രം കൂടി ഐഷ പോറ്റിക്ക് ഇവിടെ നിലനിൽക്കുന്നുണ്ട്. അതേപോലെ അവിടെ പൊതുപ്രവർത്തനം, ഒരു വീട്ടമ്മയെ പോലെ അല്ലെങ്കിൽ ഒരു അമ്മയെ പോലെ എല്ലാവർക്കും എല്ലാമാണ് ഐഷ പോറ്റി. അവിടെ ആർക്കും പ്രത്യേകിച്ച് ഒരു മുഖം കറക്കലിന്റെ ആവശ്യമൊന്നുമില്ല. അതേപോലെ LDF-ന്റെ ഭാഗമായിരുന്ന സമയത്തും ഐഷ പോറ്റി അവിടെ നടത്തിയ പ്രവർത്തനങ്ങൾ ചെറുതായിരുന്നില്ല. അപ്പോൾ ആ ഒരു പ്രവർത്തനത്തിന്റെ പിന്നിൽ താൻ എത്രത്തോളം കഷ്ടപ്പെട്ടിട്ടുണ്ടെന്ന് ഐഷ പോറ്റി തുറന്നു പറയുന്നുണ്ട്. തന്നെ എപ്പോഴും അവഗണിക്കുക അല്ലെങ്കിൽ താൻ എന്തെങ്കിലും ആവശ്യം പറയുന്ന സമയത്ത് അത് പേഴ്സണൽ ആവശ്യങ്ങളൊന്നുമല്ല, മണ്ഡലവുമായി ബന്ധപ്പെട്ട വികസന പ്രവർത്തനങ്ങളെ പറ്റി സംസാരിക്കുമ്പോൾ ഒഴിവാക്കലുകൾ മാത്രമാണ് കാണാൻ സാധിക്കുന്നത്. അങ്ങനെ ഒരു ഒഴിവാക്കലുകൾ അവിടെ നടന്നിട്ടുണ്ട് എങ്കിൽ ഇപ്പോൾ KN ബാലഗോപാൽ കാണിക്കുന്നത് വെറും പ്രഹസനമായിട്ട് മാത്രമേ ജനങ്ങൾക്ക് കാണാൻ സാധിക്കുള്ളൂ. അപ്പോൾ ഇപ്പൊ നിരവധി ഉദ്ഘാടനങ്ങൾ കൊട്ടാരക്കരയിൽ നിന്ന് വരുന്നു എന്ന് അറിയുന്നുണ്ട്. നിരവധി പദ്ധതികളെ പറ്റി KN ബാലഗോപാൽ കൊണ്ടുവരുന്നുണ്ട്. അപ്പോൾ ഇതൊക്കെ വെറും പ്രഹസനങ്ങളാണ്, അല്ലെങ്കിൽ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായി മാത്രം കാഴ്ചവെക്കുന്ന ചില രീതികൾ, അല്ലെങ്കിൽ ജനങ്ങളുടെ കണ്ണിൽ പൊടിയിടാൻ വേണ്ടി മാത്രമുള്ള ഉദ്ഘാടനങ്ങളായി മാറിപ്പോകുന്നൊരവസ്ഥയാണ്. അല്ലെങ്കിൽ ഇതാണ് ഐഷ പോറ്റി പറയുന്നത്. പിന്നീട് രശ്മിയെ പറ്റി നമുക്ക് സംസാരിക്കേണ്ടിയിരിക്കുന്നു. ബാലഗോപാലിനെക്കാട്ടിലും രശ്മിയും ഐഷ പോറ്റിയും തമ്മിലുള്ള ഒരു ഫൈറ്റ് ആയിരിക്കും മേ ബി അവിടെ നടക്കുക.
അതായത് 3 പതിറ്റാണ്ടിന് ശേഷമാണ് ഈ പറയുന്ന പോലെ പിന്നെ 3 പതിറ്റാണ്ട് കൊട്ടാരക്കര ബാലകൃഷ്ണൻ പിള്ളയുടെ കയ്യിൽ നിന്നാണ് ഈ ആയിഷ പോറ്റി തിരിച്ചു പിടിക്കുന്നത്. ഈ ആയിഷ പോറ്റിയെ അവരുടെ പാർട്ടി തന്നെയാണ് ഇത്തരത്തിൽ അവരുടെ CPM-ൻ്റെ ഒരു പ്രത്യേകത എന്ന് വെച്ചാൽ ജനപ്രിയരായിട്ടുള്ളവരെ അവർ അങ്ങ് വല്ലാതെ സൈഡ് ലൈൻ ചെയ്യുന്ന രീതിയിലേക്ക്. ഇപ്പോൾ ആതിര പറഞ്ഞ പോലെ 2011 അവരാകുന്നു, 2016 അവരാകുന്നു, 2011 അവർ കാണുമ്പോൾ അന്ന് ഉമ്മൻചാണ്ടിയാണ് മുഖ്യമന്ത്രി. അപ്പോൾ ഉമ്മൻചാണ്ടി മുഖ്യമന്ത്രി ആയിരിക്കുമ്പോൾ അന്ന് പ്രതിപക്ഷമാണല്ലോ, ഈ CPM പ്രതിപക്ഷമാണല്ലോ. അപ്പോൾ അല്ലെങ്കിൽ LDF പ്രതിപക്ഷമാണല്ലോ. പ്രതിപക്ഷത്തിരുന്നു കൊണ്ട് ആണെങ്കിൽ പോലും ആയിഷ പോറ്റി അവരുടെ മണ്ഡലത്തിന് വേണ്ടിയുള്ള കാര്യങ്ങൾ ഉമ്മൻചാണ്ടി സാറിൽ നിന്നും അവർ വാങ്ങിയെടുത്ത് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ ജനപ്രിയത, ആയിഷ പോറ്റിയുടെ ജനപ്രിയതയാണ് CPM-ലെ പല നേതാക്കൾക്കും ഇഷ്ടമില്ലാത്ത രീതിയിലേക്ക് പോയത്. പിന്നെ വേറൊരു കാര്യം എന്ന് വെച്ചാൽ ഇപ്പോൾ അവർ പറയുന്നത് ആയിഷ പോറ്റിക്ക് സ്ഥാനമോഹമാണ്, ആയിഷ പോറ്റിക്ക് സ്ഥാനം കൊടുക്കാത്തത് കൊണ്ടാണ് അവരിങ്ങനെ മാറിയത് എന്നൊക്കെ രീതിയിൽ പറയുന്നുണ്ട്. മറിച്ച് അവർ പറയുന്നത് പാർട്ടി വിട്ട് പോകുന്നവരൊക്കെ വർഗവഞ്ചകരും. അപ്പോൾ പാലക്കാടത്തെ സരിൻ പാർട്ടിയിലേക്ക് തിരിച്ച് CPM-ലേക്ക് വന്നല്ലോ, കോൺഗ്രസിൽ നിന്ന്. അപ്പോൾ അതിന് ഒരു ഭാഷയും ഇവർക്ക് പറയാനില്ലേ. ആയിഷ പോറ്റിയെ വല്ലാതെ അവരുടെ ജനപ്രിയത എന്ന് പറഞ്ഞാൽ രാഷ്ട്രീയത്തിന് അതീതമായി അവർ പൊതു സ്വീകാര്യത ആയിഷ പോറ്റിക്കുണ്ട്. ആ പൊതു സ്വീകാര്യത വല്ലാതെ കണ്ട് ഇത്തവണ അത് ഒരു വേള ഒരവസരത്തിൽ CPM-ന് മുതലായി എന്നുണ്ടെങ്കിൽ ഇപ്പോൾ KN ബാലഗോപാൽ മത്സരിക്കുമ്പോൾ മണ്ഡലത്തിൽ എന്തൊക്കെ തന്നെ കാട്ടി എന്ന് പറഞ്ഞിരുന്നാലും അവർക്കൊരു പൊതു സ്വീകാര്യതയുണ്ട്. ആ പൊതു സ്വീകാര്യതയാണ് CPM-നെ ഇപ്പോൾ ഭയപ്പെടുത്തുന്നത്. ഈ മണ്ഡലം നിലനിർത്തുന്നതിൻ്റെ ഭാഗമായിട്ടാണ് ബാലഗോപാൽ ഇതെല്ലാം ചെയ്തത്. ഈ CPM വിട്ടു പോയിട്ടുള്ള ഈ 5 ആൾക്കാരുടെയും പ്രത്യേകത അത് തന്നെയാണ്, ജനസ്വീകാര്യതയുണ്ട്. ഒരു പൊതു ഇടത്തിലേക്ക് വന്നു കഴിഞ്ഞാൽ നമ്മൾക്ക് പൈസ കൊടുത്തൊന്നും ആളെ കൊണ്ട് നടത്തേണ്ട ആവശ്യമൊന്നുമില്ല. അങ്ങനെ ഇപ്പൊ അങ്ങനത്തെയൊക്കെ കാഴ്ചകൾ നമുക്ക് കാണാൻ പറ്റുന്ന ഒരു അവസ്ഥയുണ്ടല്ലോ. പണം കൊടുത്ത് അല്ലെങ്കിൽ ഒരു ബിരിയാണിയും 100 രൂപയും തന്നു കഴിഞ്ഞാൽ വരുന്ന രീതിയിലേക്ക് അങ്ങനെയൊക്കെ കൊണ്ട് നിർത്തേണ്ട ആവശ്യമൊന്നുമില്ല. ആയിഷ പോറ്റി വന്നു കഴിഞ്ഞാൽ കൊട്ടാരക്കരയിൽ കേൾക്കാൻ ആളുണ്ട്, അതാണ് സത്യാവസ്ഥ. അതിന്റെ അപ്പുറത്തേക്കും ഈ GS വന്നു കഴിഞ്ഞാൽ കേൾക്കാൻ ആളില്ലേ. PV അൻവറിന്റെ പരിപാടിക്ക് അയാൾ പ്രസംഗിക്കാൻ നേരം എത്രയോ ആൾക്കാരെ കേരളത്തിൽ ഉടനീളം UDF ഉപയോഗിച്ചാൽ വളരെ ടി കെ ഗോവിന്ദൻ സംസാരിക്കാൻ നേരം ആരും ഉണ്ടായിരുന്നില്ലേ. കുഞ്ഞികൃഷ്ണന്റെ പരിപാടിക്ക് ആരും ഉണ്ടായിരുന്നില്ല. ഇതൊക്കെ നമുക്ക് ചിന്തിക്കുമ്പോൾ ഇവർക്കൊക്കെ ജനസ്വീകാര്യതയുണ്ട്, അല്ലെങ്കിൽ ഒരു ക്രൗഡ് പുള്ളിങ് ചെയ്യാൻ പറ്റുന്ന ആൾക്കാരെയാണ്, CPM-ന്റെ നാഴികക്കല്ലെന്നൊക്കെ പറയേണ്ടിയിരുന്ന ആൾക്കാരെയാണ് ഇവരുടെ തന്നെ അംഗീകാരം ഇല്ലാത്തത് കൊണ്ട്, അംഗീകരിക്കപ്പെടാത്തത് കൊണ്ട് അവരെ വല്ലാതെ കണ്ട് കോർണർ ചെയ്തിട്ടുണ്ട്. ഇവർക്ക് അങ്ങനെയുള്ള ഒരു കുഴപ്പമുണ്ട്, ഇവർക്ക് ജനപ്രിയതയൊക്കെ ഇവർക്ക് സഹിക്കില്ല. അപ്പോൾ ആയിഷ പോറ്റിയെ കൊണ്ട് ഇവർക്ക് നേടി ആ മണ്ഡലം തിരിച്ചു പിടിച്ചു കഴിഞ്ഞിട്ട് പിന്നീട് സൈഡ് ലൈൻ ചെയ്യുന്ന രീതിയിലേക്കാണ് പോകുന്നത്. അതിന് പറയുന്നത് ബ്രാഞ്ച് കമ്മിറ്റിയിൽ നിന്ന് ഏരിയ കമ്മിറ്റിയിലേക്ക് കൊണ്ടുവന്ന്, ഏരിയ കമ്മിറ്റിയിൽ നിന്ന് ജില്ലാ കമ്മിറ്റിയിൽ ഞങ്ങൾ കൊണ്ടുവന്ന് എന്നാണ് ഇത് ഗോവിന്ദന്റെ ഭാഷ്യമാണ്. പക്ഷേ ആയിഷ പോറ്റിയുടെ വാക്കുകളിൽ നിന്ന് കേൾക്കാൻ കഴിഞ്ഞിട്ടുള്ളത് ഇപ്പോൾ കൊട്ടാരക്കര ഗണപതി കോവിലിൽ പ്രാർത്ഥിക്കാനായി ആയിഷ പോറ്റി പോയെന്നിരിക്കട്ടെ. അപ്പോൾ അവിടെ അമ്പലത്തിൽ തൊഴുതിറങ്ങുമ്പോൾ ഒരു ജനപ്രതിനിധിയാണ്, മാത്രമല്ല അവർ ഹൈക്കോടതിയിൽ പ്രാക്ടീസ് ചെയ്യുന്ന ഒരു വക്കീലും കൂടെയാണ്. അപ്പോൾ ഇറങ്ങുമ്പോൾ വഴിയിൽ ഇപ്പോൾ ഒരു അമ്പലത്തിലെ കഴകക്കാരായിട്ടുള്ള അല്ലെങ്കിൽ പോട്ടെ RSSന്റെയോ BJPയുടെയോ ഏതെങ്കിലും പ്രതിനിധികളൊക്കെ ഒരു ജനപ്രതിനിധിയാണ്. വോട്ട് കിട്ടുമ്പോൾ ഞങ്ങൾ ഏത് വോട്ട് വാങ്ങും എന്നൊരു പറച്ചിലല്ല കാര്യം. ഇപ്പോൾ എല്ലാ നേതാക്കളും പറയുള്ളൂ ഏത് വോട്ടും ഞങ്ങൾ വാങ്ങും. സാർ, വോട്ട് കിട്ടിയ ശേഷം നിങ്ങൾക്ക് വോട്ട് ചെയ്തവരല്ലെങ്കിലും നിങ്ങളുടെ മണ്ഡലത്തിലെ ആൾക്കാരെ കണ്ടാൽ നിങ്ങൾക്കൊന്ന് ചിരിച്ചുകൂടെ? CPM-ൽ അങ്ങനെ ചിരിക്കുന്നതൊക്കെ കുറ്റമാണ്. ഒരു ജനപ്രതിനിധി മറ്റ് രാഷ്ട്രീയ പാർട്ടിയിൽ ആരെ കണ്ടാലോ അല്ലെങ്കിൽ ശരിക്കും ഇവരൊരു ചട്ടക്കൂട് ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. ആ ചട്ടക്കൂടിനപ്പുറം ആരും പ്രവർത്തിക്കരുത് എന്നൊരു നിർബന്ധം ഇവർക്കുണ്ട്. അതൊന്നും ഒരു പൊതു സ്വീകാര്യതയുള്ള ഒരു വ്യക്തിക്ക് പറ്റില്ല. ആയിഷ പോറ്റിയെ മാനസികമായി തളർത്താവുന്നതിനപ്പുറം CPM തളർത്തിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെയാണ് അവരത് അങ്ങനെ കോൺഗ്രസിലേക്ക് അത് പോയത്. അവരുടെ കുടുംബം ഒരു കോൺഗ്രസ്, അവർ പറഞ്ഞിട്ടുണ്ട് ഒരു ഭർത്താവിൻ്റെ കുടുംബം ഒരു കോൺഗ്രസ് കുടുംബമാണ്, എന്നിട്ട് പോലും ഞാൻ CPM-ലേക്ക് വന്ന ആദർശങ്ങൾ കണ്ടിട്ടായിരുന്നു. പക്ഷേ ഇപ്പോൾ അവർക്ക് ഒരു കാര്യം ഉറപ്പുണ്ട്, ബാലഗോപാലിനി എന്തൊക്കെ അവിടെ ചെയ്തു എന്ന് പറഞ്ഞാലും ഇപ്പോൾ അവിടെ ഉള്ള സഖാക്കൾക്ക് എന്നോട് സ്നേഹമുണ്ട്, എനിക്ക് അവരോടും സ്നേഹമുണ്ട്. അപ്പോൾ തീർച്ചയായും ഇതിനു മുൻപ് ആയിഷ പോറ്റിക്ക് 2011-ലും 2016-ലും കിട്ടിയ ഭൂരിപക്ഷത്തെക്കാട്ടിൽ ഒരു പിടി മുകളിലായിരിക്കും ആയിഷ പോറ്റിയാണ് അവിടെ വിജയിക്കുന്നതെങ്കിൽ ആയിഷ പോറ്റിക്കുള്ള ആ ഒരു ഭൂരിപക്ഷം എന്ന് പറയുന്നത്. അതേപോലെ KN ബാലഗോപാൽ ഒരു മികച്ച അല്ലെങ്കിൽ വൺ ഓഫ് ദ ബെസ്റ്റ് എന്ന് നമുക്ക് പറയാൻ പറ്റുന്ന ഒരു മന്ത്രി ആയിരുന്നില്ല, അല്ലെങ്കിൽ അങ്ങനെ ഒരു ജനപ്രതിനിധി ഒന്നുമല്ല. ആയിഷ പോറ്റിയെ സംബന്ധിച്ച് നോക്കുകയാണെങ്കിൽ ജനപ്രീതി ഉള്ളത് ആയിഷ പോറ്റിക്ക് തന്നെയാണ്. KN ബാലഗോപാലിനേക്കാൾ ഒരുപടി മുന്നിലാണ് ഇപ്പോൾ ആയിഷ പോറ്റിയുടെ ഭൂരിപക്ഷം കാണിക്കുന്നത്. അതേപോലെ ജനപ്രീതി, ജനങ്ങൾ വരുന്നത്, ജനാരവങ്ങളാണെങ്കിലും അതൊക്കെ ആയിഷ പോറ്റിക്ക് അനുകൂലമായി ഇപ്പൊ മണ്ഡലത്തിൽ കാണാൻ പറ്റുന്നുണ്ട്. എന്താകും ഇനിയുള്ളതെന്നുള്ള വരും ദിവസങ്ങൾ കാണണം. കാരണം പുതിയ മന്ത്രിയാണല്ലോ, മന്ത്രിയായിരിക്കെ പുതിയ പദ്ധതികൾ ഉദ്ഘാടനം ചെയ്യാൻ പറ്റിയ വേളകളാണ്. അപ്പൊ ആ ഒരു
എന്താണ് ജനങ്ങളാണ്, പൊതുജനങ്ങളെ സംബന്ധിച്ച് ഇനിയെങ്കിലും എന്തെങ്കിലും കിട്ടും എന്നൊരു പ്രതീക്ഷയിൽ വീണ്ടും വോട്ട് കുത്താനുള്ള സാഹചര്യങ്ങൾ നിലനിൽക്കുന്നുണ്ട്. അതേപോലെ ഒരു അപ്പാടെ പ്രശ്നമുള്ള ഒരു മണ്ഡലമൊന്നും അല്ല കൊട്ടാരക്കര. പക്ഷേ ഒരു മന്ത്രിയായിരിക്കെ ചെയ്യാൻ പറ്റുന്ന വികസനങ്ങളൊന്നും അവിടെ ഉണ്ടായിട്ടില്ല. അതാണ് ഒരു നമുക്ക് ഹൈലൈറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു പ്രശ്നം. എന്തായാലും നമുക്ക് വരും ദിവസങ്ങളിൽ കാണാം കൊട്ടാരക്കരയുടെ രൂപം എങ്ങനെയാണെന്ന്. നിലവിൽ ഗോൾ അടിക്കാനുള്ള ഗോൾ പോസ്റ്റിലേക്ക് പോകുന്നത് ഐഷ പൂറ്റി തന്നെയാണ്. എന്തായാലും നമുക്ക് ബാക്കി ദിവസങ്ങളിലൂടെ കാണാം.